നമസ്കാരം സുഹൃത്തുക്കളെ, തെലുങ്ക് പ്രേക്ഷകർ മാസ് മഹാരാജ എന്ന് വിശേഷിപ്പിക്കുന്ന സൂപ്പർ താരമാണ് രവി തേജ. ഹരീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന മിസ്റ്റർ ബച്ചൻ ആണ് രവി തേജയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം. ഭാഗ്യശ്രീ ബോയ്സ് ആണ് ചിത്രത്തിലെ നായിക. ബോളിവുഡ് ഹിറ്റ് ചിത്രമായ ദ റെയ്ഡിന്റെ റീമേക്കായി എത്തുന്ന ചിത്രം ഒരു ഗാനത്തിന്റെ പേരിൽ ട്രോളുകളിൽ നിറയുകയാണ്. ഈയിടെയാണ് ചിത്രത്തിനു വേണ്ടി മിക്കി ജെ മേയർ ഈണമിട്ട സിത്താർ എന്ന ഗാനം പുറത്തിറങ്ങിയത്. എന്നാൽ ഗാനത്തെക്കാൾ ആളുകൾ ശ്രദ്ധിച്ചത് ഗാനത്തിലെ ഗ്ലാമർ അതിപ്രസരവും ആ രംഗത്തിൽ അഭിനയിച്ച നായകന്റെ നായികയുടെയും പ്രായവുമാണ്. 56 വയസ്സുള്ള രവി തേജ 25 വയസ്സുള്ള നായികയ്ക്കൊപ്പം അതിരുകടക്കുന്ന രീതിയിൽ ഗാനരംഗത്തിലെത്തിയത് പക്ഷേ ആരാധകർക്ക് പരിഹസിക്കാനുള്ള കാരണമായി തീർന്നു. ഗാനം കൊള്ളാമെന്ന് വാദിക്കുന്നവരുണ്ടെങ്കിലും ചില രംഗങ്ങളും നൃത്തച്ചുവടുകളും നല്ല രീതിയിൽ കണ്ടിരിക്കാനാവില്ലെന്നാണ് പലരും പറയുന്നത്. ഇത്രയും പ്രായവ്യത്യാസമുള്ള 2 പേർ ഇതുപോലൊരു ഗാനരംഗത്തിൽ അഭിനയിക്കുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് വിമർശകർ പറയുന്നു. 25 വയസ്സുകാരിയായ ഭാഗ്യശ്രീ ബോയ്സിനൊപ്പം 56 വയസ്സുകാരനായ രവി തേജയുടെ നൃത്തച്ചുവടുകൾ. ഇവിടെ നായികയുടെ മുഖം കാണിക്കാൻ പോലും സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നില്ല. കാരണം അവർക്ക് വേണ്ടത് അവരെ ഗ്ലാമർ പ്രദർശിപ്പിക്കാനുള്ള ഒരു വസ്തുവാക്കുക എന്നതാണ് ഒരാളുടെ പ്രതികരണം. നല്ലൊരു കണ്ടന്റ് കിട്ടിയില്ലെങ്കിൽ ഇത്തരം മോശം പ്രവണതകളിലേക്ക് ഇവർ പോകും. ഇത്തരത്തിലുള്ളവയെ തള്ളിക്കളയണമെന്നും നടിയും സംവിധായകനും ഒരേപോലെ വിമർശനം അർഹിക്കുന്നുവെന്നും കമന്റുകളുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ പൂജയുടെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. പൂജയ്ക്ക് ശേഷം മമ്മൂട്ടി അടുത്തേക്ക് വിളിച്ച് കുശലം ചോദിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വണങ്ങുകയും ചെയ്യുന്ന ആ പയ്യൻ ആരാണ് എന്നാണ് സോഷ്യൽ മീഡിയ അന്വേഷിക്കുന്നത്. ഈ ചിത്രത്തിന്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയ അജിത് കുമാർ PS ആണ് ആ യുവാവ്. ഗൗതം മേനോന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായെത്തുന്ന സിനിമയിൽ തുടക്കം കുറിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് അജിത്ത്. ഫോട്ടോഗ്രാഫി തന്റെ പാഷനാണെന്നും ആരോമ മോഹൻ, നവീൻ മുരളി, ജോർജ് സുനിൽ സിംഗ് തുടങ്ങിയവരുടെ പിന്തുണയാണ് തനിക്ക് ഈ അവസരം ഒരുക്കിയതെന്നും അജിത് കുമാർ ഒരു ഓൺലൈൻ മാധ്യമത്തിനോട് പറഞ്ഞു. ഞാൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി ആദ്യമായി വർക്ക് ചെയ്യുന്ന സിനിമയാണിത്. ഗൗതം മേനോൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മമ്മൂട്ടി സാർ നായകനാവുന്ന സിനിമയുടെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല. ഞാൻ മമ്മൂക്കയുടെ പടങ്ങൾ ചെയ്യുന്ന നവീൻ മുരളി എന്ന ഫോട്ടോഗ്രാഫറെയാണ് അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. റോഷാക, ക്രിസ്റ്റഫർ, കണ്ണൂർ സ്ക്വാഡ്, ബ്രഹ്മയുഗം തുടങ്ങിയ മമ്മൂട്ടി സാറിന്റെ പടങ്ങൾക്ക് വേണ്ടി തുടർച്ചയായി വർക്ക് ചെയ്യുകയായിരുന്നു. ഈ സിനിമ വന്നപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആരോമ മോഹൻ, മമ്മൂട്ടി സാറിന്റെ മാനേജർ ജോർജ് ഏട്ടൻ, ലൈൻ പ്രൊഡ്യൂസർ സുനിലേട്ടൻ തുടങ്ങിയവർ എന്നെ വിളിച്ച് ഈ സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി വർക്ക് ചെയ്യാൻ ക്ഷണിച്ചു. മമ്മൂട്ടി സാറിന്റെ പടങ്ങൾ അസിസ്റ്റ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ അറിയാം. പൂജയുടെ സമയത്ത് എന്നെ അവിടെ കണ്ടപ്പോൾ മമ്മൂട്ടി സാർ അടുത്തേക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു, സാർ, ഞാൻ ആദ്യമായി ഈ സിനിമയ്ക്ക് വേണ്ടി സ്വതന്ത്രമായി വർക്ക് ചെയ്യാൻ പോവുകയാണ് എന്ന്. അദ്ദേഹം പറഞ്ഞു, ആ, ഇത് നീയാണല്ലേ ചെയ്യുന്നത്, നന്നായി വരട്ടെ. അദ്ദേഹം എനിക്ക് കൈ തന്നു, അനുഗ്രഹിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങി വർക്ക് തുടങ്ങുന്നതിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത്. അജിത് പറഞ്ഞു, ഞാൻ ഫോട്ടോഗ്രാഫിയിൽ ചെറിയ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നീട് യൂട്യൂബിൽ നോക്കി പഠിച്ചു. ഫോട്ടോഗ്രാഫിയാണ് എൻ്റെ പാഷൻ. നവീൻ മുരളി, ശ്രീനാഥ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരെ അസിസ്റ്റ് ചെയ്താണ് കൂടുതൽ പഠിക്കുന്നത്. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമാണ് മമ്മൂട്ടി സാറിൻ്റെ സിനിമയിലൂടെ തുടക്കം കുറിക്കുക എന്നത്. എനിക്കൊരു അവസരം തരാൻ മമ്മൂട്ടി കമ്പനി നേരിട്ട് മുന്നോട്ട് വരികയായിരുന്നു. ഗൗതം സാർ മലയാളത്തിൽ ചെയ്യുന്ന പടമാണ്. ഈ അവസരം എനിക്ക് തന്നതിൽ മമ്മൂട്ടി കമ്പനിയോട് ഏറെ നന്ദിയുണ്ട്, അജിത്ത് കൂട്ടിച്ചേർത്തു. പൂജയുടെ സമയത്ത് അജിത്ത് എടുത്ത ചിത്രങ്ങൾ വൈറലായിരുന്നു. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടേതായി അജിത്ത് എടുത്ത സിംഗിൾ പ്രൊഫൈൽ ചിത്രം ബോളിവുഡ് മാധ്യമങ്ങൾ വരെ ആഘോഷിക്കുന്നുണ്ട്.